ഈ സിഗ്നലുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഈ ലോഹ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ പോലും അത് ഏതെങ്കിലും രീതിയിൽ റഡാറിന്റെ പരിശോധനയിൽ ഈ മണ്ണൊരു ഡ്രൈ സോയിലാണ്. ഈ ഡ്രൈ സോയിലിൽ കാണുന്ന സിഗ്നലൊന്നും അത്രത്തോളം നമുക്ക് ആധികാരികമായി വിശ്വസിക്കാൻ സാധിക്കില്ല. അത് ഈ വെള്ളം ഇങ്ങനെ ഡ്രൈ സോയിലിൽ കാണുന്ന സിഗ്നലുകളാണ് ആധികാരികമായി വിശ്വസിക്കാൻ കഴിയുക. ഈ വെള്ളം ഇങ്ങനെ കുത്തൊഴിഞ്ഞായി വരികയാണ്. അതുപോലെ തന്നെ ഈ ഉൾക്കാട്ടിൽ, കർണാടക വനത്തിലെ ഉൾക്കാട്ടിൽ ഇപ്പോഴും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ആ സ്ഥലത്ത് ഇപ്പോഴും വെള്ളം ഇങ്ങനെ താഴേക്ക് വരുന്നു. ഈ ഗംഗാവലി പുഴയുടെ ആ ഒഴുക്ക് ഇപ്പോഴും അടിയൊഴുക്ക്, നല്ല ഒഴുക്കുണ്ട്, ഒഴുക്ക് വർദ്ധിച്ചു വരുന്നു. അത്രത്തോളം വെള്ളം ആ പ്രദേശത്തുണ്ട്. ആ നനഞ്ഞ മണ്ണിൽ ഈ റഡാർ സിഗ്നൽ ഉപയോഗിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ അത്രത്തോളം ആധികാരികമായിരിക്കില്ല. ഒപ്പം തന്നെ അത് ഈ പറയുന്ന നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം നമുക്ക് ഈ ഘട്ടത്തിൽ മണ്ണിന് മുകളിൽ ലഭിക്കുന്ന സിഗ്നലുകളെ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലുകളാണ്. പക്ഷേ ഇത് നേരത്തെ ഉണ്ടായതിനേക്കാൾ കുറെ കൂടി പ്രതീക്ഷ അതിൽ നൽകുന്നത് അത് കുറച്ച് നീളത്തിൽ ആ സിഗ്നലിൻ്റെ ഭാഗം ലഭിക്കുന്നു എന്നതാണ്. കാരണം നേരത്തെയൊക്കെ ലഭിച്ചിരുന്നത് പോലെ ഏതെങ്കിലും ചില പ്രദേശങ്ങളിൽ വിട്ടുവിട്ടല്ല, ഇത് തുടർച്ചയായി ഒരു മേഖലയിൽ അത്തരം സിഗ്നൽ ലഭിക്കുന്നു. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ, ഒരു നീളമുള്ള, ഒരു വലിയ വലിപ്പമുള്ള വാഹനത്തിൻ്റെയോ അല്ലെങ്കിൽ വലിപ്പമുള്ള ഒരു ലോഹം ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടന്നാൽ അത്രയും ഭാഗത്ത് നീണ്ടു നിൽക്കുന്ന ഒരു സിഗ്നൽ അത് മണ്ണിന് പുറത്ത് ഈ മിഷനിലേക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതാണ് റഡാർ ഇപ്പോൾ നമുക്ക് നൽകുന്ന ഒരു സൂചന. അപ്പോൾ അതുകൊണ്ട് അവിടെ മണ്ണിനടിയിൽ വളരെ ദീർഘമായ, വളരെ നീളത്തിലുള്ള എന്തോ ഒരു വസ്തു കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അത് ഒരിക്കൽ കൂടി നമുക്ക് പറയാനുള്ളത് ഇവിടെ നിന്നാണ് മൊബൈൽ ഫോൺ സിഗ്നലുകൾ ലഭിച്ചത് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് അർജുൻ യാത്ര ചെയ്ത, ഓടിച്ച ലോറി തന്നെ ആകാം എന്ന സാധ്യത അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അതുതന്നെയാണ് ഈ ഉച്ചയ്ക്ക് വരുന്ന വലിയ പ്രതീക്ഷയും. അതിനിടയിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വാഹനം, അർജുൻ്റെ വാഹനം അപകടം നടന്ന സ്ഥലത്തേക്ക് വരുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു, പക്ഷെ അത് കടന്നു പോയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ സ്ഥലത്ത് കുടുങ്ങി എന്ന ഒരിക്കൽ കൂടി അത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. ISRO പക്ഷേ അതിൽ ഇതുവരെയും അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ മുൻ ചിത്രങ്ങൾ ISROയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോഴും അറിയിക്കുന്നത്. ഈ റോഡിലെ റഡാർ പരിശോധനയിലാണ് ഈ സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്നത്. മണ്ണിനടിയിൽ നിന്നാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗം, ആ മാർക്ക് ചെയ്ത് കാണുന്ന ഭാഗമാണ് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കൂടിയ ഒരു ഭാഗമായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അപ്പോൾ അവിടെ എന്തോ ഉണ്ട് എന്നുറപ്പിക്കാം. അത് ആ വാഹനം തന്നെയാണോ എന്നുറപ്പിക്കാനുള്ള പരിശോധനയാണ് അവിടെ നടക്കുന്നത്. കൂടുതൽ ഹിറ്റാച്ചി മെഷീനുകൾ, JCBകളൊക്കെ അവിടേക്ക് എത്തിച്ചുള്ള മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ്. അവിടെ ധാരാളം മണ്ണ് ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്. അത് ചെളിയും കല്ലുമെല്ലാം വീണ് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ മണ്ണ് മാറ്റാൻ കൂടുതൽ സമയമെടുക്കും. ഹാഷ്മി തുടരുന്നുണ്ട്. ഹാഷ്മി, അവിടുത്തെ ഈ മണ്ണ് മാറ്റുക എന്ന ജോലിയിലേക്ക് കൂടുതൽ ആളുകൾ, കൂടുതൽ മെഷീനുകൾ, കൂടുതൽ സാങ്കേതിക സൗകര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചു തുടങ്ങി എന്ന് കരുതാം അല്ലേ? ഇല്ല വിജയകുമാർ, അവിടെ നിലവിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ, നിലവിൽ JCBയും അത്യാവശ്യം ഹിറ്റാച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒന്നുകൂടി ത്വരിതപ്പെട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം ഇപ്പൊ ഇന്നലത്തെ അവസ്ഥയല്ല, ഇന്നിപ്പോ രാവിലെ അത്യാവശ്യം സംവിധാനങ്ങളും അത്യാവശ്യം മനുഷ്യശേഷി ഇപ്പോ കരസേനാംഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ കൂടുതൽ ആളുകൾ, കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ആവശ്യമാണെങ്കിൽ അങ്ങോട്ട് വിളിച്ചു വരുത്തുമെന്നാണ് അറിയുന്നത്. പക്ഷേ നിലവിലെ അവസ്ഥയെ മണ്ണ് മാറ്റുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അത് വലിയ പേസിൽ വളരെ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. വളരെ പെട്ടെന്ന് മാറ്റുകയാണെങ്കിൽ മണ്ണിടിയാനുള്ള സാധ്യതകൾ തുടക്കം മുതലേ ഉണ്ട്. അതിപ്പോൾ കൂടി നിൽക്കുന്ന കാര്യം ഇപ്പോൾ വലിയ മഴ പെയ്ത് തോർന്നതേ ഉള്ളൂ. എന്തായാലും സാവധാനമാണെങ്കിൽ കൂടിയും ആ മണ്ണ് മാറ്റുക എന്നുള്ളതിനാണ് പ്രയോറിറ്റി. ഇതിലേക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു ആശ്വാസം, നമുക്ക് ഒരു ഫോക്കൽ പോയിന്റിലേക്ക്, എന്തെങ്കിലും ഒരു പ്രതീക്ഷാ നിർഭരമായി ഒരു മേഖലയിലേക്ക് ആ പരിശോധന നിജപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ള ഒരു ഗുണമാണ് ഈ സിഗ്നൽ സ്ട്രെങ്തിലൂടെ കിട്ടുന്നത്. നേരത്തെ നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ലോഹഭാഗങ്ങളാണെങ്കിൽ കൂടിയും ഈ സിഗ്നൽ എന്തോ കുറച്ച് സ്ട്രെങ്ത് ഉള്ള സിഗ്നലാണ് എന്നിങ്ങനെ രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട് വിജയകുമാർ. അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ വാഹനത്തിന് സിഗ്നൽ അയക്കുമോ എന്നുള്ള പ്രതീക്ഷകൾക്ക് ബലം വെക്കുന്നു. അതിന് കാരണം നമ്മുടെ അർജുന്റെ ഫോൺ ട്രാക്ക് ചെയ്ത ലൊക്കേഷൻ ഇതാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ സിഗ്നൽ നേരത്തെ റഡാറിൽ കണ്ടതുപോലുള്ള ഫേക്ക് സിഗ്നൽ അല്ല എന്നൊരു പ്രതീക്ഷ എന്തോ ഇങ്ങനെ തോന്നുകയാണ്. എന്തായാലും അത് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പോഴും രക്ഷാപ്രവർത്തകർ ഇത് വാഹനത്തിന്റെ അത്രയും വ്യാപ്തിയുള്ള വലിയ സിഗ്നലാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അവർ ഇടുന്നൊരു ക്ലോസ് നമുക്ക് അപ്പോഴും പറയാൻ കഴിയില്ല. കാര്യം ഇത് പാറകൾ, ഈ മലയിലെ
ഈ ശിരൂർ മലകളിലെ പാറകളുടെ പ്രത്യേകത അതിലെ ലോഹ സാന്നിധ്യം തന്നെയാണ്. അപ്പോ വലിയ പാറകളിൽ ലോഹ സാന്നിധ്യം ഉണ്ടെങ്കിലും മൊത്തത്തിൽ ഫെക് സിഗ്നൽ കിട്ടാം എന്ന് പറയുന്നു. പക്ഷേ ഈ സിഗ്നലിന്റെ ഒരു ലോഹത്തിന്റെ സാന്നിധ്യം അറിയിക്കുന്ന ആ സ്ട്രെങ്ത് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് വണ്ടിയാണോ എന്ന് കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ഘടകം എന്തായാലും ഉണ്ട്. പക്ഷേ നമ്മൾ ആഴത്തിൽ പരിശോധനയിൽ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. വിജയകുമാർ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ കരയിൽ ഈ മണ്ണിൽ തന്നെ ഉണ്ട്, അവിടുത്തെ മൺകൂനകൾ തന്നെയുണ്ട്. അവിടുത്തെ റവന്യൂ മന്ത്രിയും ഇന്നലെ ജില്ലാ ഭരണകൂടവും ഇവിടുത്തെ പോലീസും ഒക്കെ പറയുന്ന മട്ടിൽ കരയിലെ പരിശോധന പ്രതീക്ഷ വേണ്ട, ഇനി പുഴയിലേക്ക് നോക്കൂ എന്ന് പറയുന്ന ആ വാദത്തോട് യോജിക്കാനേ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ഡീപ് റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കിട്ടുന്ന ഈ സിഗ്നലിനോട് പശ്ചാത്തലത്തിൽ എന്താണ് അവരുടെ ഉദ്ദേശം എന്നറിയില്ല. പക്ഷെ അവിടെ ഇനിയും പരിശോധനകൾക്ക് വലിയ സ്കോപ്പാണ്. എന്ന് പറഞ്ഞാൽ ഈ മൺകൂന മാത്രമല്ല, ഇനിയും മാറ്റാനുള്ള മണ്ണ് അവിടെ ഉണ്ട്. ഈ 98% മാറ്റി എന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യമായി ചേർന്ന് നിൽക്കുന്നതല്ല എന്നുള്ളതാണ് നമ്മുടെ നേർക്കുനേർ നമ്മുടെ കണ്ണിൽ കാണുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാവുന്നു. മാത്രമല്ല, നമ്മൾ രഞ്ജിത്ത് ഇസ്രായേൽ അതിന് മുകളിൽ നിർത്തുന്ന അയച്ച ദൃശ്യങ്ങളൊക്കെ നോക്കിയാൽ പിന്നെയും റോഡിൽ മണ്ണിങ്ങനെ മല പോലെ കിടക്കുകയാണ്. അതൊക്കെ മാറ്റിയാൽ മാത്രമേ നമുക്ക് 100% വണ്ടി അവിടെ ഇല്ല എന്ന് നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിന്റെ പകുതിയല്ല, പകുതിയുടെ പകുതി പോലും എന്തായാലും മണ്ണ് മാറ്റി തീർന്നിട്ടില്ലായിരുന്നു നേരത്തെ തന്നെ. ഇപ്പോഴെന്തായാലും അതിനൊക്കെ അപ്പുറം പ്രതീക്ഷയുടെ ഒരു സിഗ്നൽ കിട്ടുന്നു. ആ സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധന അവിടെ നടക്കുകയാണ്. എന്തായാലും ഗംഗാവാലി പുഴയിലും സമാനമായി നേവി ഡൈവർമാർ ഉണ്ട് വിജയകുമാർ. ഗംഗാവാലി പുഴയിൽ പക്ഷേ നമുക്കൊരു ദൃശ്യപരമായ രീതിയിൽ നമ്മൾ നിൽക്കുന്നത് ഈ പുഴയോരത്താണ്. അതിന്റെ ഒരു ലോങ് സ്ട്രെച്ച് കാണാൻ കഴിയുന്ന ഈ പുഴയോരത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ പുഴയിൽ ഈ മണ്ണിങ്ങനെ വീണ് അടിഞ്ഞുകൂടിയ മൺതിട്ടകളൊക്കെ കാണാം, മൺകൂനകൾ കാണാം. ഒരു ദ്വീപ് സമാനം രൂപം കൊണ്ട മൺകൂനകളിലേക്ക് നേരത്തെ രക്ഷാപ്രവർത്തകർ ഒരു സംഘം എത്തി പരിശോധന നടത്തി മടങ്ങിയിരുന്നു. എന്തായാലും ഈ പുഴയിൽ അവിടെ വിസിബിളായി നേവി ഡൈവർമാരോ രക്ഷാദൗത്യക്കാരോ കാണാനില്ല. 1-2 ചെറിയ ബോട്ടുകൾ കാണാം എന്നതല്ലാതെ ഈ വലിയ ഈ കടൽ പോലെ കിടക്കുന്ന ഈ പുഴയിൽ ആ 2 ബോട്ടുകൾ വെച്ചൊന്നും ചെയ്യാനില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോ രക്ഷാദൗത്യം കേന്ദ്രീകരിക്കുന്നത് ഈ കരയിൽ തന്നെയാണ്, മലയ്ക്ക് മുകളിൽ തന്നെയാണ്. ആ കരയിൽ തന്നെയാണ് രക്ഷാദൗത്യം കേന്ദ്രീകരിക്കുന്നത്. അതിനുശേഷം മാത്രമേ അവിടുത്തെ സാധ്യതകൾ പൂർണ്ണമായി ഇല്ല എന്ന് വിലയിരുത്തിയ ശേഷം മാത്രമേ ഗംഗാവാലി പുഴയിലേക്ക് അതിന്റെ രക്ഷാദൗത്യം പൂർണ്ണതോതിൽ സജ്ജമാവുകയുള്ളൂ. അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് വിജയകുമാർ. പുഴയിലേക്കുള്ള രക്ഷാദൗത്യത്തിനപ്പുറം നമുക്ക് ഇപ്പോൾ നടന്ന പരിശോധനയിൽ തന്നെ എന്തെങ്കിലും ഒരു കൃത്യമായ സിഗ്നൽ, കൃത്യമായ സൂചന കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്നിവിടെ നിൽക്കുമ്പോൾ അർജുന്റെ സഹോദരനെ കണ്ടിരുന്നു. അവൻ വലിയ വേദനയാണ്, നമ്മൾ പറയാതെ തന്നെ അറിയാം. ഈ ദിവസങ്ങളിൽ സ്വന്തം ചേട്ടനെ നോക്കി നിൽക്കുകയാണ് ഇവിടെ. എന്തെങ്കിലും സൂചന കിട്ടുമെന്ന് നോക്കി, ഒരു സൂചന കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനിയന്റെ ആഴത്തിലുള്ള വേദന നമ്മൾ നേരിട്ടറിഞ്ഞു. വലിയ വേദനയാണ്, വലിയ വിഷമാണ്, സങ്കടമാണ്. ബന്ധുക്കളൊക്കെ ഇവിടെയുണ്ട്. ആകാംക്ഷാപൂർവ്വം, പ്രതീക്ഷാപൂർവ്വം, തെല്ലാശങ്കയോടുകൂടി തന്നെ അവിടെ നിന്ന് വരുന്ന സിഗ്നൽ ശരി ഹാഷ്മി തുടരുക.